കാസർഗോഡ് ഇനി അതിദാരിദ്ര്യമുക്ത ജില്ല. അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ചരിത്രത്തിൽ ഈ ദിനം സുവർണ ലിപികളിൽ അടയാളപ്പെടുത്തപ്പെടുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കരുതലിന്റെ കാവൽ ഇനി ഇവിടെ. വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ 2072 അതിദരിദ്ര കുടുംബങ്ങൾ ഉണ്ടായിരുന്നെന്നും അവരെ കൃത്യമായ മാനദണ്ഡങ്ങളിലൂടെ കണ്ടുപിടിച്ച് ഭക്ഷണം, ആരോഗ്യം, സുരക്ഷിത താമസസ്ഥലം, അടിസ്ഥാന വരുമാനം എന്നിവ നൽകി അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. അതിദരിദ്രർക്ക് അവകാശരേഖകൾ, വാസയോഗ്യമായ വീടുകൾ, റേഷൻ കാർഡുകൾ, ആധാർ കാർഡ്, വോട്ടർ കാർഡ്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, ഗ്യാസ് കണക്ഷൻ, തൊഴിൽ കാർഡ് എന്നിവ നൽകി ജില്ലയെ അതിദാരിദ്ര്യമുക്തമാക്കാൻ പരിശ്രമിച്ച ജില്ലാ പഞ്ചായത്തിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും MLA-മാരുടെ നേതൃത്വത്തിലുള്ള ക്രിയാത്മക പ്രവർത്തനങ്ങൾക്കും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും മന്ത്രി അഭിനന്ദനം അറിയിച്ചു. കാസർഗോഡ് ജില്ലയുടെ ചരിത്രത്തിൽ ഈ ദിനം സുവർണ ലിപികളിൽ അടയാളപ്പെടുത്തപ്പെടുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. കാസർഗോഡ് ജില്ല അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരള സംസ്ഥാനം അതിദരിദ്രരില്ലാത്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കപ്പെടാനായിട്ട് പോവുകയാണ്. ഞാൻ നമ്മുടെ ഈ സഹോദരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, അവർ അഭിമാനത്തോടെ എല്ലാ അവകാശങ്ങളോടെയും ഈ സമൂഹത്തിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് നടന്നത്. കാസർഗോഡ് ജില്ലയെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഇതിൽ വലിയ പരിശ്രമം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമുക്ക് ഒട്ടേറെ ചാലഞ്ചസ് നമ്മുടെ മുന്നിലുണ്ട്, വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികളെ ഒക്കെ മറികടന്നുകൊണ്ട് എല്ലാവരും, എല്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ തന്നെ നല്ല നിലയിൽ ഇടപെടുകയും MLA-മാരുടെ നേതൃത്വത്തിൽ നല്ല ശക്തമായിട്ടുള്ള ഇടപെടൽ നടക്കുകയൊക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ്. കാരണം 50 കോടി രൂപ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് മാറ്റിവെച്ച ജില്ലാ പഞ്ചായത്തിനുള്ള ആദരവ് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P. ബേബി ബാലകൃഷ്ണൻ ഏറ്റുവാങ്ങി. ഇതിനായി ഉദ്യോഗസ്ഥരെ ഏകോപിപ്പിച്ച് പ്രവർത്തിച്ച ജില്ലാ കളക്ടർ K. ഇമ്പശേഖറിനെയും ചടങ്ങിൽ ആദരിച്ചു. കുടുംബശ്രീയുടെ ബാക്ക് ടു ഫാമിലി പോസ്റ്റർ ചടങ്ങിൽ മന്ത്രി വീണ ജോർജ് പ്രകാശനം ചെയ്തു. തൊഴിൽ വകുപ്പിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്ന പീഡിക ആപ്പിന്റെ കന്നഡ, മലയാള പോസ്റ്റർ പ്രദർശനം നടന്നു. ജില്ലാ പഞ്ചായത്തും ഫസ്റ്റ് മദർ ഫൗണ്ടേഷനും ചേർന്നൊരുക്കുന്ന ജീവനാളം പദ്ധതിയുടെ പോസ്റ്റർ പ്രദർശനം ചെയ്തു. NA നെല്ലിക്കുന്ന് MLA അധ്യക്ഷത വഹിച്ചു. MP രാജ്മോഹൻ ഉണ്ണിത്താൻ മുഖ്യാതിഥിയായി. ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ പദ്ധതി അവതരണം നടത്തി. MLA-മാരായ M. രാജഗോപാലൻ, E. ചന്ദ്രശേഖരൻ, CH. കുഞ്ഞമ്പു, AKM അഷ്റഫ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ എന്നിവർ വിശിഷ്ടാതിഥികളായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.